ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു നൈസ് ട്രേഡ്. ദിസ് ഈസ് നിയാസ്. സ്വർണം വീഴുന്നു, തകിടം മറിഞ്ഞ് രാജ്യാന്തര വില. കേരളത്തിലും കനത്ത ഇടിവ്. പ്രവചനം ഫലിച്ചാൽ പവന് 50,000 രൂപയ്ക്കും താഴെ പോകുമെന്നുള്ളത് അനിൽകുമാർ ശർമ്മ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയുടെ ഒരു റിപ്പോർട്ടാണ്. മനോരമ ഓൺലൈനിൽ വന്നിട്ടുള്ള റിപ്പോർട്ടാണ്. സോ ഒരുപാട് പേര് ഇപ്പോഴും ഈ ഒരു ന്യൂസ് ആണ് ഷെയർ ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും അങ്ങനെയാണ് ഇത് ശ്രദ്ധിച്ചത്. അപ്പോൾ പലരും എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് സ്വർണത്തിൻ്റെ അല്ലെങ്കിൽ ഗോൾഡിൻ്റെ ചാർട്ട് അനലൈസ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ അത് അങ്ങനെ ഒരു പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മുമ്പ്. അതുപോലെ തന്നെ ഗോൾഡിനെ പറ്റി നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോസ് ഇടാറുണ്ട്. അതിൻ്റെ ബൈ റേറ്റും അല്ലെങ്കിൽ ബൈ പൊസിഷൻ എവിടെയാണ്, സെല് ചെയ്യേണ്ടത് എപ്പോഴാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു വാല്യുവേഷനും ലിക്വിഡിറ്റി ഒക്കെ നോക്കിയിട്ട് അനലൈസ് ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത് ഫോളോ ചെയ്യുന്ന ആളുകളിൽ പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വീഴുകയാണെങ്കിൽ എത്ര വരെ വീഴും, അല്ലെങ്കിൽ ഇനി മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ എത്ര വരെ കൂടി പോകാൻ സാധ്യതയുണ്ടെന്നുള്ളത്. കാരണം സ്വർണ്ണം ഇപ്പോൾ കയ്യിലുള്ള ആളുകൾക്ക് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൂടുതൽ പ്രൈസിന് സെല് ചെയ്യാനല്ലേ വിചാരിക്കുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം സെല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ്, അതിന് നല്ലതാണോ അല്ലെങ്കിൽ ഇനിയും താഴെ പോകുമോ? താഴെ പോകുമോ എന്ന് ചോദിക്കുന്നത് സ്വർണം വീണ്ടും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. സോ ഈ പറഞ്ഞ എല്ലാ പാർട്ടികൾക്കും ഉത്തരം കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇനി എവിടുന്നാണ് ഒരു ബയിങ് ലിക്വിഡിറ്റി ഉള്ളത്, അതുപോലെ ഇനി എവിടെയാണ് ഒരു സെല്ലിംഗ് ലിക്വിഡിറ്റി ഉള്ളത് എന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. നിങ്ങളുടെ കൂട്ടുകാർക്ക്, അതായത് സ്വർണം വാങ്ങണം എന്ന് വിചാരിക്കുന്ന, കല്യാണമൊക്കെ അടുത്തിട്ടുള്ള ആളുകളൊക്കെ അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടാവും. സോ അവർക്കാണെങ്കിലും മറ്റു ആളുകൾക്കൊക്കെ ആണെങ്കിലും ഈ വീഡിയോ ഇപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക, ഒരു ലൈക്ക് കൊടുക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. സോ വി ആർ ഗോയിങ് ടു അനലൈസ് ദി ഗോൾഡ് ചാർട്ട്. അപ്പം ഗോൾഡിൻ്റെ ചാർട്ടൊക്കെ നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ എന്താ പറയുക, അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് കുറേ മാക്രോ ഇക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ട്. സോ അതൊക്കെ വളരെ ലേമാൻ ലാംഗ്വേജിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് വീഡിയോയുടെ ഉദ്ദേശം. സോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും മൾട്ടിപ്പിൾ സമയം കാണുമ്പോൾ നിങ്ങൾക്കത് മീൻസ് കൺഫ്യൂഷൻ ക്ലിയർ ആയി കിട്ടും. എന്നാലും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം ഐ ക്യാൻ അഷ്യൂർ യു ദാറ്റ്, ഐ ക്യാൻ ഗ്യാരണ്ടി ദാറ്റ് യു വിൽ നോട്ട് ഗെറ്റ് എ റിസർച്ച് ബാക്ക്ഡ് കണ്ടന്റ് ലൈക്ക് ദിസ് എനിവെയർ ഇൻ കേരള ഓർ ഈവൻ ഇൻ ഇന്ത്യ. സോ അത് പറയാനുള്ള കാരണം, അത്രയും റിസർച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കോണ്ടന്റ് കൊണ്ടുവരുന്നത്. സോ അതിൻ്റെ ഒരു വാല്യൂ നിങ്ങൾ കൂടി അതിന് കാണിക്കണം എന്നുള്ളതാണ്. സോ ഹെൽപ്പ് മീ ഹെൽപ്പ് യു. ലെറ്റ്സ് ഗോ ടു ദ അനലിറ്റിക്സ്. സോ സ്വർണം അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഗോൾഡ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ചാർട്ടാണ് ട്രേഡിംഗ് വ്യൂവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള XAU USD ഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് അതിൻ്റെ ഒരു കോഡ് എന്ന് പറയുന്നത്, ടിക്കർ എന്ന് പറയുന്നത് XAU USDG എന്നുള്ളതാണ്. അപ്പോൾ XAU USDGയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വർണത്തിൻ്റെ ഗ്രാം ഇന്ത്യയിൽ ഉള്ള, അതായത് INR ഗ്രാം റേറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ട്രാക്ക് ചെയ്യാവുന്നതുമാണ്. ഇപ്പം ആർക്ക് വേണമെങ്കിലും, ഇപ്പം നമ്മൾ നാളെ രാവിലെ ഒരു ജ്വല്ലറിക്കാർ നമ്മളടുത്ത് പറയേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ പത്രം വന്നിട്ട് അതിൽ നോക്കേണ്ട കാര്യമില്ല. ഓരോ മിനിറ്റിലും അല്ലെങ്കിൽ ഓരോ സെക്കൻഡിലും സ്വർണത്തിൻ്റെ വില എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് ഇതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത്, ഇന്ന് എന്ന് പറയുന്നത് ഏപ്രിൽ 9 4:27 ഈവനിങ് 4:27 PM ആണ് IST. ആ സമയത്ത് 8,435 രൂപയാണ് ഗോൾഡിൻ്റെ ഗ്രാമിനുള്ള റേറ്റ്. സോ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്, മേലേക്ക് പോകുകയാണെങ്കിൽ ഏതുവരെ ഗോൾഡ് പ്രൈസ് പോകും, താഴേക്ക് വരികയാണെങ്കിൽ ഏതുവരെ ഗോൾഡ് പ്രൈസ് താഴേക്ക് വരും എന്നുള്ളതാണ്. സോ മേലേക്ക് പോകുന്നവർ വിചാരിക്കുന്നത് അവിടുന്ന് സെല്ല് ചെയ്യാനും, താഴേക്ക് വരുന്നവർ സ്വർണം ഇനി വാങ്ങിക്കണമെങ്കിൽ ഏത് പ്രൈസിൽ വാങ്ങിക്കാം എന്നുള്ളതാണ്. സോ ഇതിൻ്റെ ഇടയിലൊന്നും നിങ്ങൾ സെല്ല് ചെയ്യുക അല്ലെങ്കിൽ വാങ്ങിക്കുകയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. സ്വർണം എപ്പോഴും ലിക്വിഡിറ്റി റെസ്പെക്ട് ചെയ്യുന്ന ഒരു അസറ്റാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഗവൺമെൻറ്റുകളാണെങ്കിലും അതുപോലെ തന്നെ ബാങ്കിങ് ഓർഗനൈസേഷൻസ് ആണെങ്കിലും ഇൻവെസ്റ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും ഒക്കെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു സേഫ് ഹാവൻ അസറ്റാണ് ഗോൾഡ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി അറ്റ് പ്രസൻറ്റ് നമുക്കറിയാം, ട്രംപിൻ്റെ ടാരിഫ് വാർ നടക്കുന്നുണ്ട്, ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒരുപാട് നിലനിൽക്കുന്ന ഒരു സമയമാണ്. സോ ഇത്തരം സമയങ്ങളിൽ നോർമലി, ഞാൻ പറയാം, നോർമലി ഹിസ്റ്റോറിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സേഫ് ഹാവൻ അസറ്റ് ആയിട്ടുള്ള ഗോൾഡിന് വളരെയധികം ഡിമാൻഡ് കൂടുകയും വീണ്ടും ഗോൾഡ് പ്രൈസ് കൂടുതലാവാനാണ് ടെൻഡൻസി കാണിച്ചിട്ടുള്ളത്. സോ ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്, ഒരു പ്രത്യേക അനലിസ്റ്റ് പറയുന്നത് 50,000 താഴെ പോകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. സോ നമ്മൾ ലിക്വിഡിറ്റി അനാലിസിസ് കൂടി നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള നൈസ് ട്രേഡിൻ്റെ ലിക്വിഡിറ്റി ലെൻസ് എന്ന് പറഞ്ഞിട്ടൊരു ടൂൾ ഉണ്ട്. അതെല്ലാ അസറ്റിലും ഫോറക്സിലും ഓപ്ഷൻ ട്രേഡിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അനാലിസിസ് ആണ്. അത് നമുക്ക് ഗോൾഡിൻ്റെ ഗ്രാമിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് ഗോൾഡ്, ഈ പറഞ്ഞ പോലെ ബാങ്കുകളാണെങ്കിലും ഗവൺമെൻറ്റുകളാണെങ്കിലും ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് ഇട്ട് വെച്ചിട്ടുള്ള സ്ഥലത്തിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. സോ ആ ഒരു ഏരിയയിൽ വരുമ്പോൾ നല്ല രീതിയിൽ ബൈയിങ് നടക്കാൻ സാധ്യതയുണ്ട്. സോ ലിക്വിഡിറ്റി ഉള്ള ഏരിയകളിൽ മാത്രം നമ്മൾ ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും ശ്രമിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഗോൾഡിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. സോ അതിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുകയാണ്, ഗോൾഡിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ടായിരുന്നത്, നമ്മൾ ഒരു ഹിസ്റ്റോറിക്കൽ അനാലിസിസ് നടത്തുകയാണ് കേട്ടോ. ഗോൾഡിൽ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു പീരീഡിലാണ്. ഇവിടെ നിന്നാണ് ഒരു ബൈ നമുക്ക് കിട്ടുകയും ഈ ഒരു ഫിബനാച്ചിയുടെ
എന്ന് പറഞ്ഞിട്ടുള്ള ലെവൽ ബ്രേക്ക് ചെയ്യുകയും ചെയ്തത്. സോ നോർമലി ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ലെവൽസ് ഒക്കെ നല്ല രീതിയിൽ ധാരണ ഉണ്ടാവും. അല്ലാത്തവരോട് പറയുകയാണെങ്കിൽ ഈ ഫിബൊനാച്ചി എന്ന് പറയുന്നത് ഒരു മാജിക്കൽ നമ്പറാണ്. അപ്പോൾ ആ മാജിക്കൽ നമ്പറിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലുകളിലേക്ക് ഒരു അസറ്റ് എല്ലാ ലെവലും ടെസ്റ്റ് ചെയ്തിട്ട് 4 അല്ലെങ്കിൽ 4.618 എന്നുള്ള ലെവലിലേക്ക് വരെ മാക്സിമം എത്തുന്നതിനാണ് നമ്മളൊരു ഫുൾ ബ്ലോൺ ബ്രേക്ക് ഔട്ട് എന്ന് പറയുക. സോ ആ ബ്രേക്ക് ഔട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നത് 2015 നവംബറിലാണ്. അപ്പോൾ ആ നവംബറിൽ തന്നെ ആയ സമയത്ത് ഈ ഒരു ചാർട്ട് അനലൈസ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ബ്രദർ വർക്ക് ചെയ്യുന്നത് ഗോൾഡ് മീൻസ് ഇതിലാണ്, ജ്വല്ലറിയിലാണ്. സോ ആളുടെ അടുത്ത് ഞാൻ പറയുകയും എനിക്ക് കുറച്ച് ഗോൾഡ് ഫിസിക്കലി അതുപോലെ തന്നെ അവരുടെ പ്ലാൻ വെച്ചിട്ട് അവർ ലാൻഡ്മാർക്ക് ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് പുളിക്കലുള്ള ഗോൾഡിലാണ് വർക്ക് ചെയ്യുന്നത്. സോ അവിടുന്ന് അവരുടെ ഉള്ളൊരു ഗോൾഡ് സ്കീം ഞാൻ എടുക്കുകയും അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ബിക്കോസ് നമുക്കിങ്ങനെ ഒരു ഇൻഡിക്കേഷൻ കിട്ടുകയാണ്, ഇവിടുന്ന് ഒരു ബൈ സിഗ്നൽ വരുന്നു, അതുപോലെ തന്നെ ഈ ഒരു ബ്രേക്ക് വന്നതിന് ശേഷം നല്ല രീതിയിലൊരു ബൈ ഇൻഡിക്കേഷൻ വീണ്ടും കൺഫർമേഷൻ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഇത്തരം സാഹചര്യത്തിൽ 1.618 എന്ന് പറഞ്ഞിട്ടുള്ള ടാർഗറ്റിലേക്ക് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. അവിടുന്ന് സെല്ലേഴ്സിന് വിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല, വീണ്ടും ബയേഴ്സ് തന്നെയാണ് വിൻ ചെയ്തിട്ടുള്ളത്. സോ അത് നമ്മൾ ലിക്വിഡിറ്റി കൂടി മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ ഞാൻ കൂടുതൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നില്ല. ഇപ്പം ബൈ ഇൻഡിക്കേഷൻ ആൻഡ് സെൽ ഇൻഡിക്കേഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. സോ അന്ന് ഞാൻ അങ്ങനെ വാങ്ങിച്ചു. ഗോൾഡ് കൂടെ നമ്മളുടെ ഒരു ഇതിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. സോ ആ ഒരു ബ്രേക്ക് ഔട്ട് കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് കണ്ടതിന് ശേഷമാണ് ഞാൻ 2024 വീണ്ടും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലായിട്ടും ഇതിലൊക്കെ നമ്മൾ കണ്ടന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഗോൾഡിന്റെ പ്രൈസ് വളരെയധികം കുത്തനെ കൂടാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ചാർട്ട് അനലൈസ് ചെയ്തിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിട്ടുണ്ടാവുക. അപ്പം അത്തരത്തിൽ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുകയും അവർക്ക് നമ്മൾ ആ ഒരു ഗോൾഡിന്റെ റേറ്റുകളും അല്ലെങ്കിൽ പൊട്ടൻഷ്യൽസ് ഒക്കെ അന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയും ചെയ്യുന്നത്. ഈ ഒരു വീഡിയോന്റെ പർപ്പസും അതുപോലെ തന്നെയാണ്. സോ ഇവിടുന്ന് നമുക്കൊരു ബൈ ഇൻഡിക്കേഷൻ വന്നു. അങ്ങനെ ഒരു ബൈ ഇൻഡിക്കേഷൻ വരുന്ന സമയത്ത് അടുത്ത ടാർഗറ്റ് ആയിട്ടുള്ള 2.618 എന്ന് പറഞ്ഞിട്ടുള്ള ലെവലിലേക്കാണ് പോയിട്ടുള്ളത്. സോ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ഓരോ ടാർഗറ്റിൽ എത്തുമ്പോഴും ഓരോ ടാർഗറ്റിൽ അല്ലെങ്കിൽ ഫിബൊനാച്ചിയുടെ ഓരോ ടാർഗറ്റിൽ എത്തുന്ന സമയത്തും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ 2 എന്ന് പറഞ്ഞ ആ ഏരിയയിൽ എത്തുമ്പോൾ തന്നെ നല്ല രീതിയിലൊരു സെല്ല് വന്നിട്ടുണ്ട്. ഓക്കെ, 7500 എന്ന് പറഞ്ഞിട്ട് ഗ്രാമിന് പ്രൈസ് ഉണ്ടായിരുന്ന സമയത്ത് ഒരു 600 രൂപ കുറഞ്ഞ് വീണ്ടും അത് റിക്കവർ ചെയ്തിട്ട് കുറച്ച് കൺസോൾഡേറ്റ് ചെയ്തു. ഇതിന് അക്യുമുലേഷൻ ആൻഡ് കൺസോൾട്ടേഷൻ എന്നാണ് പറയുക. അതിനെ നമുക്കൊരു ബോക്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ബോക്സ് ഒക്കെ വരച്ചിട്ട് അവിടുന്ന് ഒരു ബൈ ഇൻഡിക്കേഷൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ അത്തരത്തിൽ നിങ്ങൾക്കും ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, സോ അതുപോലെ ഇവിടുന്ന് ഇതേപോലെ ഒരു ബോക്സ് വന്നു. ആ ബോക്സിൽ നമുക്കൊരു ബൈ ഇൻഡിക്കേഷൻ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ പിന്നെ അടുത്ത ടാർഗറ്റിലേക്ക് പോകേണ്ടത്. ഓക്കെ, വീണ്ടും നമുക്കൊരു ബോക്സ് വന്നു. ആ ബോക്സ് വീണ്ടും ബ്രേക്കായി. ഓക്കെ, ഇത് ഡെയിലി ടൈം ഫ്രെയിമാണ്. ആ ബോക്സ് ബ്രേക്കായും ബൈ ഇൻഡിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് അടുത്ത ടാർഗറ്റിലേക്ക് പോകാറായി എന്നുള്ളതാണ്. സോ ഇനി നമ്മൾ നോക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ബോക്സ് ഇതേപോലെ ഫോം ചെയ്യാൻ സാധ്യത കൂടുതലാണ്. കാരണം ഇപ്പം ഇനി സ്വർണത്തിന് ഇനി ഒരു എന്താ പറയുക, ഈ ഒരു ബോക്സ് ബൈയിങ് പ്രഷറോ അല്ലെങ്കിൽ സെല്ലിംഗ് പ്രഷറോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വരെ നമ്മൾ സ്വർണത്തിൽ ഇപ്പം നമ്മൾ വാങ്ങിക്കുക വിൽക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഒരു ഇൻഡിസൈസീവ് ആയിട്ടുള്ള ഒരു സോണിലാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ചാർട്ട് അനലൈസ് ചെയ്യുകയാണ്. അതിനുശേഷം മാക്രോ ഇക്കണോമിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. നിങ്ങൾക്ക് സ്വർണത്തിൻ്റെ കേസിൽ ഒരു ഡീസൻ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്വന്തം അനലൈസ് ചെയ്യാവുന്ന ഒരു കേപ്പബിലിറ്റി ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് കിട്ടുന്നുള്ളതിൽ ഒരു കുഴപ്പമില്ല. ഓക്കെ, സോ പറഞ്ഞ പോലെ ഈ ഒരു ബോക്സിൽ ഇതേപോലെ ഒരു സെല്ലിംഗ് പ്രഷർ ആവുകയും ആ സെല്ലേഴ്സ് ഈ ഒരു ബോക്സിനെ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാലാണ് സ്വർണത്തിൻ്റെ വില ഇനി സാധ്യതയുള്ളൂ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഈ ബോക്സ് മേലേക്കാണ് നമുക്കിനി ഇതുപോലെ ഒരു ബൈ ഇൻഡിക്കേഷൻ വരുന്നതെന്നുണ്ടെങ്കിൽ സ്വർണത്തിന് ഏറ്റവും അടുത്ത വില ഈ ഒരു ലെവലാണ്, അതായത് 4.236 എന്ന് പറയുന്നത്. അപ്പം പറയുകയാണെങ്കിൽ 9283 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലെവലിലേക്ക് ഗോൾഡ് എത്താൻ വേണ്ടി സാധ്യതയുണ്ട്. ഒരു മാക്സിമം കണക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ലുക്ക് അഗെയിൻ. ഇവിടുന്ന് നമ്മൾ ഒരു ഫ്രഷ് കണ്ടിന്യൂഷൻ ഫിബനാച്ചി വരക്കുകയാണെങ്കിൽ മാക്സിമം പോവുകയാണെങ്കിൽ 9612 എന്ന് പറഞ്ഞിട്ടുള്ള ലെവലിലേക്ക് ഇവിടുത്തെ ആ ഒരു ബ്രേക്ക് ഔട്ട് എത്താനുള്ള സാധ്യതയുണ്ട്. സോ സ്വർണത്തിന് ഗ്രാമിന് 9618 എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു പവന് എത്ര വരും എന്നുള്ളത് നോക്കാം. 9618 ഇൻറ്റു 8. ഓക്കെ, സോ 76,900 വരെ പോകാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു ബോക്സ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ. ഇനി താഴെ പോവുകയാണെങ്കിൽ എന്താകും എന്നുള്ളതാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. സോ നമ്മൾ ഈ ഒരു ബയേഴ്സ്, അതായത് സെല്ലേഴ്സ്, ഇനി സ്വർണം കയ്യിൽ വെച്ചിട്ട് സെല്ല് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുള്ള ലെവലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. 9600 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലെവൽ വരെ ഈ ഒരു ബോക്സ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ലെവലാണ് ഞാൻ പറയാൻ വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ലിക്വിഡിറ്റിയാണ്. അപ്പോൾ ലിക്വിഡിറ്റി ഉള്ള സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ടും ബൈയിങ്ങും നടക്കുക. സോ അതിന് തെളിവാണ് ഇപ്പം ഞാൻ ഈ ബോക്സ് ഒന്ന് മാറ്റുന്നുണ്ട്.
ഇവിടെ കണ്ടില്ലേ 6.358 മില്യന്റെ ലിക്വിഡിറ്റി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് വന്നതിന് ശേഷമാണ് ഷാർപ്പായിട്ട് നമുക്ക് വീണ്ടും സ്വർണ്ണത്തിൽ ഒരു റിക്കവറി കാണാൻ വേണ്ടി പറ്റുന്നത്. സോ ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 9600 വരെ പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇനി അതല്ല, ഈ ലിക്വിഡിറ്റി സോണിനെ ഇവർ ബ്രേക്ക് ചെയ്യണം, അതായത് സെല്ലേഴ്സ് ബ്രേക്ക് ചെയ്യണം, അതിനൊക്കെ പോസിബിലിറ്റി ഉണ്ട്. കാരണം അത്തരത്തിലാണ് മാർക്കറ്റ് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമുക്കറിയില്ല എന്താണ് ഗ്ലോബലി നടക്കുന്നതെന്ന്. നമ്മൾ സ്വർണം ഉയരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തറപ്പിച്ച് പറയല്ല, അല്ലെങ്കിൽ താഴും എന്ന് പറഞ്ഞിട്ട് തറപ്പിച്ച് പറയല്ല വേണ്ടത്. ആ ന്യൂസിൽ കണ്ട പോലെ, അതായത് ഒരു ബോക്സ്, അതായത് ആ ഒരു ഏരിയയിൽ ബയേഴ്സ് സെല്ലേഴ്സ് പ്രഷർ ഉണ്ടാകും. അതിൽ ആരാണ് വിൻ ചെയ്യുന്നത് ആ ഏരിയയിലേക്കാണ് പോകുക. അപ്പോൾ ഇൻ കേസ് ഇവിടെ സെല്ലേഴ്സ് ആണ് വിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത ലിക്വിഡിറ്റി വരെ ഇതെത്തും എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം ഇവിടുത്തെ ലിക്വിഡിറ്റിയിൽ സപ്പോർട്ട് എടുത്തു, ഇനി അത്ര തന്നെ ക്വാണ്ടിറ്റി, അതായത് ഇവിടെ 6.35 മില്യൺ ആണ് ഇവിടുത്തെ ഓർഡേഴ്സ് പോയിട്ടുള്ളത്. അത് അത്ര തന്നെ ഓർഡേഴ്സ് ഉള്ള ഒരു ബൈ ബ്രേക്ക് ഔട്ട് കൂടി വന്നിട്ടുള്ള ഒരു ഏരിയ ആയിട്ടുള്ള 7400 എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കായിരിക്കും മാക്സിമം ഈ അടുത്ത കാലത്ത്, അല്ലെങ്കിൽ ഒരു 1, 2, 3 മാസത്തിൽ സ്വർണം താഴുകയാണെങ്കിൽ താഴുള്ളൂ. അപ്പോഴും നമുക്ക് എത്രയാണ് വരുന്നത്, ഒരു പവന് 7400 ഇൻറ്റു 8, അതായത് 59,200 എന്ന് പറഞ്ഞിട്ടുള്ള ലെവലിലാണ്. സോ 50,000 താഴെ പോകാനുള്ള സാധ്യതയൊന്നും നമുക്ക് കാണുന്നില്ല. ഇത് വേസ്റ്റ് കേസ് സെനാരിയോ ആണ് ഇപ്പോൾ പറയുന്നത്. ഇതന്നെ ഇങ്ങോട്ട് എത്തണം എന്ന് ഒരു നിർബന്ധമില്ല. കാരണം നമുക്കറിയാം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഉണ്ട്. ഇതേപോലെ ഗോൾഡിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഇനി നടക്കും. കാരണം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റും മറ്റ് സ്റ്റോക്ക് മാർക്കറ്റുകളെല്ലാം ഭയങ്കര ഇതിലാണ് പോകുന്നത്. സോ അത്തരം സാഹചര്യത്തിൽ ആൾക്കാർ ഗോൾഡിലാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത്. സോ അതും കൂടി നമ്മൾ എടുക്കണം. അപ്പം അങ്ങനെ പറയുന്ന സമയത്ത് സ്വർണത്തിന്റെ വില പ്രത്യേക ഒരു ഇൻഡെക്സുമായിട്ട് വളരെ കൊറിലേറ്റഡ് ആണ്. ഓക്കെ, ആ കൊറിലേഷൻ ആണ് നമ്മൾ ഇനി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് നമ്മൾ പ്രൂവ് ചെയ്യുന്നുണ്ട് ഒരു റിസർച്ചിലൂടെ. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ചാർട്ട് എന്ന് മീൻസ് ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഇതാണ്. ഫോറക്സ് GDP എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റിൻ്റെയാണ്. അണ്ടർസ്റ്റാൻഡിങ് ദ കൊറിലേഷൻ ബിറ്റ്വീൻ XAU USD ആൻഡ് USD ഇൻഡെക്സ്. അതായത് യുഎസിൻ്റെ DXY എന്ന് പറഞ്ഞിട്ട് US ഡോളറിൻ്റെ ഒരു ഇൻഡെക്സ് ഉണ്ട്. അപ്പോൾ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ നോക്കണം. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗോൾഡ് ആൻഡ് ഡോളർ ഇൻഡെക്സ് ഈസ് ഇൻവേഴ്സ്ലി കൊറിലേറ്റഡ്. അതായത് ഒരെണ്ണം കൂടുകയാണെങ്കിൽ മറ്റത് കുറയും എന്നുള്ളതാണ്. ഇപ്പം ഗോൾഡ് DXY കുറയുകയാണെങ്കിൽ ഗോൾഡിൻ്റെ പ്രൈസ് കൂടും, അല്ലെങ്കിൽ DXYൻ്റെ ഇൻഡെക്സ് കൂടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡോളർ ഇൻഡെക്സ് കൂടുകയാണെങ്കിൽ ഗോൾഡിൻ്റെ പ്രൈസ് കുറയും എന്നുള്ളതാണ്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് US ഡോളറാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ റിസർവ് ആയിട്ട് എടുത്തു വെക്കാറുള്ളത്. അപ്പം ഇതിൽ വേറൊരു ഒരു ടേണിംഗ് പോയിന്റ് കൂടി ഉണ്ട്. ഇപ്പം ഇന്ന് ചൈനയുടെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ചൈനയുടെ ഒരു ന്യൂസ്, ചൈനയും US തമ്മിലുള്ള ഒരു വാർ നടക്കുന്നതുകൊണ്ട്, ഒരു ട്രേഡ് വാർ നടക്കുന്നതുകൊണ്ട് US ഡോളറുകൾ ഇനി റിസർവ് ആയിട്ട് മാക്സിമം വാങ്ങി വെക്കരുത് എന്ന് ചൈനീസ് PM പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ബാങ്കുകളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ബാങ്കുകൾ അതിന് ബദലായിട്ടുള്ള ഒരു സാധനം ഗോൾഡാണുള്ളത്. സോ അത് ഗോൾഡ് വാങ്ങിക്കാൻ വേണ്ടി സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ മുതൽ ഗോൾഡിൻ്റെ പ്രൈസ് ഇങ്ങനെ കൂടി വരുന്നതിൻ്റെ മറ്റൊരു റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് എങ്ങനെയാണ് DXYൻ്റെ ചാർട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് DXYയും ഗോൾഡും തമ്മിലുള്ള റിലേഷൻ നമുക്ക് നോക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ DXY ഞാൻ നേരത്തെ പറഞ്ഞു ഇൻവേഴ്സ് റിലേഷൻ ആണ്. DXY അല്ലെങ്കിൽ ഡോളർ ഇൻഡെക്സ് താഴുകയാണെങ്കിൽ ഗോൾഡിൻ്റെ പ്രൈസ് കൂടുമെന്നുള്ളത്. ഓക്കെ, സോ ഗോൾഡ് DXY ഡോളർ ഇൻഡെക്സ് താഴാൻ തുടങ്ങിയ സമയമെന്ന് നമുക്ക് നോക്കാം. 10 ജനുവരി മുതലാണ് ഡോളർ ഇൻഡെക്സ് താഴാൻ തുടങ്ങിയത്. അതായത് 109 ഉള്ളത് ഡോളർ ഇൻഡെക്സ് ഇപ്പോൾ കിടക്കുന്നത് 101ലാണ്. ഇനി നിങ്ങൾ XAU USD ലാസ്റ്റ് വന്നിട്ടുള്ള ബൈ ലെവൽ നോക്കുക, നമ്മളുടെ ഇൻഡിക്കേഷൻ. ഈ ബൈ പ്രഷർ ഇതേപോലെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ടൂളാണ്. ഒരുപാട് ആൾക്കാർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ടൂളാണ്. ഇതെല്ലാം നമ്മൾ ഈ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം നമ്മൾ പ്രീമിയം ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ സാന്ദർഭികമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ട്രേഡിംഗ് വ്യൂ, അതായത് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഈ സോഫ്റ്റ്വെയറിൻ്റെ ഒരു വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ബാച്ച് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്റ്റോക്ക്, ഇതേപോലെ ഫോറക്സ്, അസറ്റ്സ് എല്ലാം എങ്ങനെ ട്രേഡിംഗ് വ്യൂവിൽ അനലൈസ് ചെയ്യണം എന്നുള്ളതിൻ്റെ, ലിക്വിഡിറ്റി യൂസ് ചെയ്തിട്ട് തന്നെ എങ്ങനെ അനലൈസ് ചെയ്യാം, അങ്ങനെ പല മെത്തേഡുകൾ, ഇതേപോലെ ബൈയിങ് പ്രഷർ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ എങ്ങനെ യൂസ് ചെയ്യാം, അങ്ങനെ ബേസിക് മുതൽ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു അഡ്വാൻസ്ഡ് ലെവലിലേക്ക് ഒരു 10 ഡേയ്സ് പോകുന്ന ഒരു വെബിനാറാണ്. നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി താഴെ തന്നുള്ള നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, സോ വി ആർ ഗോയിങ് ബാക്ക് ടു ദ അനാലിസിസ്. അപ്പോൾ നമുക്കറിയാം ബൈ പ്രഷർ വന്നിട്ടുണ്ടായിരുന്നത് ഒരു 15 to 16 ജനുവരി എന്ന് പറഞ്ഞുള്ള സമയത്താണ്. നോക്കൂ, അതേ ഏരിയയിൽ നിന്ന് തന്നെയാണ്, ആ ഒരു സമയത്ത് തന്നെയാണ് ഇത് വീഴാനുള്ള ഇൻഡിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പം ഡോളർ വീഴുന്ന സമയത്ത്, അല്ലെങ്കിൽ ഡോളർ ഇൻഡെക്സ് വീഴുന്ന സമയത്ത് ഗോൾഡ് കുത്തനെ കൂടും. അതാണ് നമ്മൾ അവിടെ കണ്ടിട്ടുള്ള റിലേഷൻഷിപ്പ്. അപ്പോൾ വീണ്ടും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഡോളർ ഇൻഡെക്സ് കുറച്ചുകൂടെ താഴുന്നുണ്ട്. അപ്പോൾ ഇത് ഇനിയും താഴുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് അതിനനുസരിച്ച് കൂടും. അപ്പോൾ നിങ്ങൾ ഈ രണ്ട്
ചാർട്ടുകൾ നിരന്തരം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഗോൾഡ് മേലേക്കാണോ താഴേക്കാണോ പോകുക എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മളും ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് ഇതേപോലെ ഈ ഒരു ലിക്വിഡിറ്റി താഴേക്ക് വന്നിട്ട് ഒരു സെല്ലിംഗ് പ്രഷർ നമുക്കറിയാം, ഇതേപോലെ നമുക്ക് സെല്ലിംഗ് പ്രഷർ ഉണ്ടാകുമ്പം അത് കാണിക്കും, ഇവിടെ ഈ ഒരു ഇൻഡിക്കേറ്റർ കാണിക്കും. അപ്പോൾ അത് കാണിച്ചിട്ട് ആ ബോക്സിൽ ആരാണ് വിൻ ചെയ്യുന്നത് അങ്ങോട്ടേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യുക. സോ നമ്മളിവിടെ ഒരു ബോക്സ് വരച്ചിട്ടുണ്ട്. ആ ബോക്സിൽ നമുക്ക് എന്താ പറയുക, സെല്ലിംഗ് പ്രഷറിൽ സെല്ലേഴ്സ് വിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ബൈ ഗോൾഡ് അറ്റ് 7,400 പെർ ഗ്രാം. അതാണ് നമ്മളുടെ മറ്റൊരു അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഇതേപോലെ നമ്മൾ കൊറിലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള മറ്റൊരു ടൂളാണ് നൈസ് ട്രേഡിൻ്റെ കൊറിലേഷൻ ടൂൾ എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്ക് നോക്കാവുന്നതാണ് DXY എന്ന് പറഞ്ഞിട്ടുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം എത്ര കൊറിലേഷൻ ഉണ്ടെന്ന്. കാരണം നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. കാരണം ഓരോ സമയത്തും ഈ കൊറിലേഷൻ മാറിക്കൊണ്ടേയിരിക്കും. സോ കഴിഞ്ഞൊരു 2 മാസമായിട്ടാണ് ഈ വാർ എസ്കലേഷൻ ഉണ്ടായത്. സോ ഐ എം ടേക്കിംഗ് 50 ഡേയ്സ് ആസ് ദി ഇത്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഈ ഒരു റിപ്പോർട്ടിൽ കണ്ട അതേ ഫൈൻഡിങ് ആണ് നമ്മളുടെ ഈ ഒരു ഇതിലും കാണിക്കുന്നത്. ഇതിൽ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ ഗ്രാം, അതായത് ഈ ഒരു ചാർട്ട് എങ്ങനെയാണ് DXY ആയിട്ട് കോറിലേറ്റ് ചെയ്തിട്ടുള്ളതെന്ന്. അതായത് DXYയിലുള്ള 76% റിലേഷൻഷിപ്പ് നമുക്ക് ഗോൾഡിൽ കാണാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഇവിടെ എന്താ പറയുക, 102 മുതൽ 98 വരെ താഴെയാണെങ്കിൽ അതിൻ്റെ 76% ഇഫക്റ്റ് നമുക്ക് ഗോൾഡിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. സോ ഇപ്പോഴും ഇൻടാക്റ്റ് ആയിട്ട് ആ ഒരു ഇൻവേഴ്സ് കോറിലേഷൻ തന്നെയാണുള്ളത്. അതായത് DXY താഴെയാണെങ്കിൽ ഗോൾഡ് കൂടും, ഇനി ഇൻ കേസ് DXY കൂടുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡിൻ്റെ റേറ്റ് കുറയും. സോ ഈ ഒരു 2 ചാർട്ട് മാത്രം അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗോൾഡ് എപ്പോൾ വാങ്ങാം അല്ലെങ്കിൽ ഗോൾഡ് എപ്പം വിൽക്കാം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ പേഴ്സണലി മെസ്സേജ് മീ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാർട്ടുകളൊക്കെ ഇതേപോലെ അനലൈസ് ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ വി ആർ കണ്ടക്ടിങ് ക്ലാസ്സസ്. അത് അസറ്റിലാണെങ്കിലും ബിറ്റ് കോയിനിലാണെങ്കിലും ഫോറക്സിലാണെങ്കിലും ഓപ്ഷനിലാണെങ്കിലും ഒക്കെ ഇത് വർക്ക് ചെയ്യുന്നതാണ്. സോ കോൺടാക്ട് മീ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ആൻഡ് വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.